കേരളത്തിൽ പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞു വീശിയെന്ന് പി.സി. ജോർജ്. ഇടത് ഭരണത്തിന് തടയിടാൻ ബി.ജെ.പിക്ക് കഴിയില്ലെന്ന് ജനങ്ങൾ ചിന്തിച്ചു. ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞു, അക്കൗണ്ട് തുറന്നു. പൂഞ്ഞാറും പാലായും ഉൾപ്പെടെ എല്ലായിടത്തും ബി.ജെ.പിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു. കേരള കോൺഗ്രസ് എം പിരിച്ചുവിടണം. ഒരു MLA പോലുമില്ലാത്ത പാർട്ടിയെ ആർക്കും വേണ്ട. പൂഞ്ഞാറിൽ പരാജയപ്പെട്ടാലും പൊതുപ്രവർത്തന രംഗത്ത് തുടരും. ആരോഗ്യമുണ്ടെങ്കിൽ ഇനിയും മത്സരിക്കുമെന്നും പി.സി. ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതായത് കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ പലരും പറയുന്ന ഇപ്പോൾ UDF തരംഗമെന്ന് ഒരു കുന്തവും ഇല്ല. UDFിൻ്റെ തരംഗമൊന്നുമില്ല. യഥാർത്ഥ തരംഗം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിരുദ്ധ തരംഗമാണ്. പിണറായിയെ തകർക്കണം. പിണറായി ഭരണത്തിനുള്ള വൈരാഗ്യം, ആ വൈരാഗ്യം തീർക്കാൻ ജനങ്ങൾ നോക്കിയപ്പം BJPക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. BJP പകരമാവുന്നില്ല. പകരം വരാൻ പറ്റുന്നത് കോൺഗ്രസ്സിനാണ്. അതുകൊണ്ട് ജനം അടച്ച് കോൺഗ്രസ് വോട്ട് ചെയ്തു. ഞാൻ ഒരു ഉദാഹരണമായി തെടനാട് പഞ്ചായത്തിലൂടെ ഞാൻ ഒറ്റയ്ക്ക് 2000 വോട്ട് എല്ലാ പാർട്ടികളും 2000 വോട്ട് ലീഡ് ചെയ്ത സ്ഥലമാണ്. അവിടെ ഇപ്പോൾ 2000 വോട്ട് UDF ലീഡാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിളിച്ചു അതിനിടെ അങ്ങനെ പറ്റി. അത് ആശാൻ വോട്ട് ചെയ്താൽ ആശാൻ ജയിച്ചു എന്നല്ല, വേറെ ഗുണമുണ്ടാവില്ല. ഇവന്മാരെ കൊല്ലണമെങ്കിൽ കോൺഗ്രസ് വരണം, അതുകൊണ്ട് ചെയ്തതാണെന്ന് മതിയോ? അതായത് പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞു വീശിയിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലം അതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അക്കൗണ്ട് തുറന്നു. അതായത് 2 സീറ്റ് ഇപ്പം കിട്ടുക, ചാത്തന്നൂർ കിട്ടി, 2 എണ്ണമായി മതി. അക്കൗണ്ട് തുറന്നല്ലോ. പൂഞ്ഞാറ് നമ്മൾ കഴിഞ്ഞ തവണ 19,000 BJP കിട്ടി, ഇത്തവണ 38,000. അപ്പം നേരെ ഇരട്ടിയായിട്ട് വോട്ട് നേരെ ഇരട്ടിയാക്കാൻ വർദ്ധിപ്പിക്കാൻ പൂഞ്ഞാറ്റിലും കഴിഞ്ഞിട്ടുണ്ട്. പാലായിൽ 35,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ കേരളത്തിലെ ആകമാനം എടുത്ത് പരിശോധിക്കുമ്പോഴും BJPയുടെ വോട്ട് ശതമാനം 100% വർദ്ധിച്ചിരിക്കുക. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേട്ടം. ഭാവിയിൽ കേരളത്തിൽ BJPയുടെ ശക്തി തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. നല്ല നിലയിൽ, വളരെ നല്ല നിലയിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ജയിച്ചിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയ സംഭവമാണ്. സത്യത്തിൽ ഒരു 5-ന് മുകളിൽ കിട്ടും 100% ഞങ്ങൾ വിശ്വസിച്ചതാണ് കേട്ടോ. സത്യം പറയാമല്ലോ, 5-ന് മുകളിൽ ഞങ്ങൾ കൂട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ തരംഗത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്. സാരയില്ല, ഞാൻ പറഞ്ഞ തടനാടിയ ഉദാഹരണം പറഞ്ഞതാണ്. സാരയില്ല, അടുത്ത 29-ൽ ഞങ്ങൾ തിരിച്ചു വരും. അന്ന് ഈ കോൺഗ്രസ് തരംഗം ഒക്കെ തീരും. കോൺഗ്രസ് തരംഗം എന്നൊക്കെ പറയുന്നത് അല്ലെന്നും പിണറായി വിരുദ്ധ തരംഗമാണെന്ന് തെളിയും. പിണറായി എന്ത് ധർമ്മടത്തൊന്ന് ആലോചിച്ച്, പിണറായി ഞെങ്ങിഞ്ഞെരിങ്ങിയാണ് ജയിച്ചിരിക്കുന്നത്. തോറ്റെന്നോർത്താ. അപ്പോൾ പിണറായി വിരുദ്ധ തരംഗം എന്ന് 50,000 വോട്ടിന് ജയിച്ച പിണറായിയാണ് ഞെങ്ങിഞ്ഞെരിങ്ങി ജയിച്ചത്. അപ്പോൾ പിണറായി വിരുദ്ധ തരംഗം വളരെ വലുതാണ്. ഇനിയെങ്കിലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ജനവികാരം ഇത്ര വലുതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ രാഷ്ട്രീയത്തിൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും രക്ഷപ്പെടില്ല. കാരണം വിരുദ്ധ തരംഗം അങ്ങ് ആഞ്ഞടിച്ചു. പിണറായി മാറി നിന്ന വേറെ ആരാ? അതിനുള്ളതെന്ന് ആളില്ല അവിടെ. CPM ഉണ്ടായിരുന്നതിന് എല്ലാവരും ഒടിച്ച് ഞുറുക്കിയിട്ടിരിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ അയാൾ സുധാകരൻ വരണം, പോയി. സുധാകരൻ ജയിച്ചു കണ്ടില്ലേ? അല്ലെങ്കിൽ ഐസക്ക് വരണം, ഇല്ല. അങ്ങനെയുള്ള ടീച്ചറിനൊക്കെ തോക്കാൻ കൊണ്ടിട്ടു, എങ്ങനെയോ ജയിച്ചിട്ടുണ്ട് കഷ്ടിച്ച്. അങ്ങനെ എല്ലാവരും ഒതുക്കുന്ന ഒരു രാഷ്ട്രീയമാണല്ലോ പിണറായി നടത്തിയത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂഞ്ഞാറിൽ പൂഞ്ഞാറോ? പൂഞ്ഞാർ ഞാൻ 38,000 ആയിട്ടായി, 19 38ആയി. കുന്തം മുടുത്ത കുന്തം. ഇനി അങ്ങനെയാണെങ്കിൽ തെറനാടുള്ള അച്ഛനെതിരെ പറഞ്ഞെന്ന് പറയുന്നത്, ആ അച്ഛൻ്റെ പള്ളിക്ക് ചുറ്റുമുള്ള 4 വാർഡിലും എൻ്റെ BJP താമരച്ചെന്നിലാണ് ജയിച്ചത്. എങ്ങനെ? ഇതൊക്കെ ചുമ്മാ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആഹ്ലാദിച്ചോട്ടെ, ഞാൻ കാണിച്ചോളാം. റിയാസ് പണമുണ്ടെങ്കിൽ പണത്തിന് ശക്തിയുണ്ട്, അത്രേ ഉള്ളൂ. ഷോൺ 35,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല 10,000-ൽ നിന്ന് 35-ലോട്ട് പോയി. അത് ഞാൻ എത്ര നാളായിട്ടോ ഇത് പിരിച്ചുവിടണം എന്ന് പറയുന്നതാണ്. വീടുകല പിരിച്ചുവിടാം. ഇപ്പോൾ തന്നെ ജനം പിരിച്ചുവിട്ടു. ജോസ് കെ മാണിയുടെ പാർട്ടിയെ ജനം പിരിച്ചുവിട്ടു. ഇനിയിപ്പം വനവാസവും പറ്റില്ല. അവിടെ ചെന്നാലും പാമ്പ് കടിക്കില്ലോ. വേണ്ട, അപ്പോൾ പോട്ടെ, അവർ സ്വതന്ത്രമായിട്ട് പോട്ടെ, നമ്മൾ ഒത്തിരിക്കാൻ പാടില്ല.
ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ UDF-ലേക്ക് പോയി. അയാളെ എവിടെയും പോട്ടെ, അയാളെ എവിടെ പോയി ആർക്ക് എന്നാ വിലയിരിക്കുന്നത്? സ്വന്തം നാട്ടിൽ രണ്ടാമത് ഇത് കൂടെ ദയനീയ തോൽവി പറ്റിച്ച് അയാളുടെ പാർട്ടിക്ക് MLA-മാരില്ലാതെ അയാൾ എവിടെ പോയിട്ട് എന്ത് കിട്ടാനാണ്? അതിന് ഒരു വിലയില്ലെന്ന്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു MLA കേരള കോൺഗ്രസ് നിയമസഭയിലേക്ക് ഇല്ലാതെ വരുന്നത്. ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ മനസ്സിലായില്ലേ? കേരള കോൺഗ്രസ് പിരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇല്ലാതാകണം, ഇല്ലാതായിരിക്കുന്നു. അത് നന്നായി, ഏറ്റവും അത്രയും വളരെ ഐശ്വര്യമായി എന്നുള്ള അഭിപ്രായം. പാർട്ടിയിൽ വളരുമോ? പിളരാൻ അതെ ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി പിളരുമെന്ന് എന്നാ കുന്തോ പിളരുന്നത്? രണ്ട് കാലയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കീറ, അത് അങ്ങനെ പിളരാം, വേറെ പിള്ളേരൊരു മാർഗമില്ല. ലഡു വേണോ? വാങ്ങിച്ചില്ല, ഇന്ന് വൈകുന്നേരം വാങ്ങിക്കണമെന്നിരുന്ന എങ്ങനെ ജയിച്ചാൽ തരാമെന്ന് ലഡു പറഞ്ഞു. സമോസ തരാൻ പ്ലാനിട്ട് വേണോ? ഞാൻ എപ്പോഴാണ് കരഞ്ഞേണ്ടിട്ടുള്ളത്? നിങ്ങൾ എനിക്ക് ജനവിധി മാനിക്കുക എന്നുള്ളതിൻ്റെ മര്യാദ. ഒരു തെരഞ്ഞെടുപ്പാണ് ജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും. അതിന് രണ്ട് ജയത്തെയും പരാജയത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കണം, മര്യാദ കാണിക്കണം, മനസ്സിലായില്ലേ? അതല്ലാതെ ഞാൻ നേരത്തെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജയിച്ചാൽ പ്രകടനം പോലും ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്തിനു തോറ്റവരെ അടക്കി തട്ടേണ്ട കാര്യം നമുക്ക് തന്നെ. തോറ്റു ജനകീയമായ കമ്മിറ്റികൾ കൂടിക്കൊണ്ട് വികസന പ്രവർത്തനം നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞു. അത് വേണ്ടാന്ന് ഞാനും പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് സ്വസ്ഥത കിട്ടി, അത്രേ ഉള്ളൂ. ഇത് 10ാമത്തെ അംഗമാണ്. അതെ, 10. ഷോൺ ജോർജ് പറഞ്ഞത് ഇനി പാലായിൽ സജീവമായിട്ടുണ്ടാവുന്ന, പൂഞ്ഞാറിൽ PC സജീവമായിട്ടുണ്ടാവും. ഞാൻ പിന്നെ ഇവിടെ പോകാൻ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ നാട്ടിൽ കാണും, പൊതുപ്രവർത്തകനായിരിക്കും, മാന്യമായ പൊതുപ്രവർത്തനം നടത്തും, എല്ലാത്തിലും ഇടപെടും, ഒരു സംശയം വേണ്ട. ജയിച്ചവനെ എല്ലാം കൂടി സൂചിച്ച് കിടക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. തെരഞ്ഞെടുപ്പ് വന്നാൽ ആരെയും വേണ്ടേ മത്സരിക്കും. ഇത്തവണ ഞാൻ പറയട്ടെ, കേട്ടോ, ഇത്തവണ മത്സരിക്കുന്നില്ലെന്ന് കാലെ പിടിച്ച് ഞാൻ പറഞ്ഞതാണ്. എല്ലാവരോടും ചോദിച്ചു, രാജചന്ദ്രൻ അദ്ദേഹത്തോട് ചോദിക്കൂ, എനിക്ക് പറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ശക്തമായ നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം വന്ന് ന്യായമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ മത്സരിച്ചില്ലായിരുന്നു BJP അവിടെ പോയിവിടെ. അതാണ് പ്രശ്നം. തൃപ്തികരമാണ്. ഈ പിണറായി വിരുദ്ധ തരംഗത്തിനകത്ത് ഇത്ര വോട്ട് പാലായിലും പൂഞ്ഞാലിലും പിടിച്ചെന്ന് മാത്രമല്ല, കേരളം മുഴുവൻ വോട്ട് പിടിച്ചിരിക്കുക. ഒരു വലിയ തരംഗം BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയം വേണ്ട.